ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ഗെയിമിംഗ്. നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് സൂബയായിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോവാണ്. ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. കിട്ടിയാൽ കൊള്ളാം ഗൈസ്. പുതിയ ക്യാരക്ടറിനെ കിട്ടാൻ പോവാണ്. ആരെയും കിട്ടാം. പെപ്പർ. ഓക്കെ, നമ്മുടെ പുതിയ ക്യാരക്ടറാണ് പെപ്പർ എന്നാട്ടോ അവൻ്റെ പേര്. അപ്പം നമുക്കൊന്ന് നോക്കട്ടെ ചെക്കാൻ സീനാണെന്നൊക്കെ നമുക്ക് നോക്കണം. ഗൈസ് ഗ്യാരണ്ടീഡോ എന്താ ഗ്യാരണ്ടീഡ് എന്നൊക്കെ അപ്പുറം സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പുതിയ ക്യാരക്ടറിനെ കിട്ടിയിരിക്കുന്നു, പെപ്പർ. ഇവൻ്റെ പവറൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം ഗൈസ്. നമ്മൾ അവരിത്തിരി നെർവസാണ് കേട്ടോ. നെർവസ് ആണെന്ന് തോന്നുന്നു. ഇത്തിരി പേടിയുണ്ടാവും. ഇതിനൊരു പേടി പോലെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കോ, അച്ഛൻ ഇങ്ങോട്ടേക്ക് പോകും. നമ്മളവൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവൻ സ്പീഡിൽ പോകും. സമയം അനുസരിച്ച് അവിടെ വേഗം. അയ്യോ ഗായ്സ്, അതൊക്കില്ല. ഓ, ഇവന് പറയണ പോലെ സ്പിയർ ആട്ടോ. ഇവിടെ ഏതാണ് ചേച്ചി മാറി. എന്താ പവർ? ഓ, വീണ്ടും നമ്മൾ അടിക്കടി. ഞാൻ എന്തിനാ പവർ യൂസ് ചെയ്യണത്? അറിയാതെ പവർ യൂസ് ചെയ്ത് പോവാ. അല്ലോ എനിക്ക് ബോംബ് ചെയ്യാൻ പറ്റുള്ള ബോംബ് ആ സ്റ്റൈലല്ലേ. അയ്യോ ആ ചേച്ചി ബോംബറിന് മാത്രം കൊല്ലാൻ നോക്കും. നല്ല പാടാ. ഇവരിട്ട് കളിക്കാൻ പാടാട്ടാ. ബ്രൂസിലിട്ട് കളിക്കുന്നത് സെറ്റായാനേ, അത് നമുക്കറിയാം. അതെനിക്കറിയാം. ഓ ഗായ്സ്, ഇവര് ഷോട്ട് ഗൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതേ ഓ നോ. ഇന്ന് സ്പിയറും ബോ ആൻഡ് ആരോ സ്പിയർ പവർഫുൾ സ്പിയറാ. അയ്യോ, ലെജൻഡറി കാർഡ്. എന്നെ അടിക്കണം. ഞാൻ തറയത് അവൻ എന്നെ തല്ലിയെന്ന് പറഞ്ഞ അവൻ എന്നെ പിടിച്ച് തല്ലിയത്. ഓക്കെ. അപ്പോൾ അവൻ സീനാണ്. അവൻ ഇത്തിരി ഓപ്പിയല്ല ഗൈസ്. ഞാൻ പവർ യൂസ് ചെയ്ത് പോകും. തന്നെ നെക്കുമ്പോൾ പവർ യൂസ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ബ്രൂസിലിട്ട് കളിക്കുമ്പോഴാണ് നമ്മൾ സെറ്റ് ആവുന്നത്. ഒരു കളി നമുക്ക് അവനെ വെച്ചൊന്ന് കളി കഴിച്ച് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ 9 or 10 എങ്ങാണ്ടായിട്ടുള്ളൂ. നമുക്കൊന്ന് റിവാച്ച് എടുക്കട്ടെ. റിവാച്ചിലൊന്നുമില്ല ഗൈസ്. ആഡ് കണ്ടിട്ടുള്ള കാര്യമൊന്നും നമ്മൾ ചെയ്യില്ല. ബാറ്റിൽ പാസോ ഓക്കെ. പൈസ കിട്ടി. KG 30 tier ആകുമ്പോൾ ഒരു പുതി. ഓ, 30 ആകുമ്പോൾ നമുക്ക് ന്യൂ സ്കിൻ കിട്ടും. പിന്നെ അങ്ങോട്ടേക്കില്ല. പിന്നെ tier 40 വരെ ഒക്കത്ത്. താഴത്തൊന്നുമില്ല. ഞാൻ tier 17 ആയിട്ടുള്ള ഗൈസ്. ബിഗ് ടീം ഇട്ടേ ഞാൻ കൊളാവും ഗൈസ്. എല്ലാ അവന്മാരെ അടിച്ചിട്ടുണ്ടാകും. ഇപ്പം നമുക്ക് ബ്രൂസിലിടാം ഗൈസ്. ഞാൻ എപ്പോഴും എന്തിനാ ബ്രൂസിലിടണേന്നറിയോ? ബ്രൂസിൻ്റെ പവർ ഒടുക്കത്തെ ഓപ്പിയാണ്. നമ്മൾ 2 വെപ്പൺസ് എടുത്താലും ഒരാളെ കൊല്ലാൻ പറ്റും. അത്ര ഓപ്പിയാണ് അവൻ്റെ പവർ. അതുകൊണ്ടാണ് ഞാൻ അവനെ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. എല്ലാ ഗെയിമിലും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഇവൻ്റെ പവർ ഉണ്ടോ, ചാടി വന്നിട്ട് ഇങ്ങനെ ഇടിക്കും. അതിന് ഡാമേജും. ബാക്കിയുള്ളതിൽ അങ്ങനെ ചാടി വന്നടിക്കുന്നതും അല്ല, ഡാമേജ് പോണതുമില്ല. അപ്പം ഞാൻ ഇതിനെ വെറുതെ കഷ്ടപ്പെട്ട് നമ്മൾ ഗൺസ് എടുത്ത് വെടിവെക്കണം. അടിപൊളിയാണ് അല്ല ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു പ്ലെയർ എൻ്റെ അടുത്ത് വന്നു. എനിക്കറിയാം എന്തായാലും റിവ്യൂ എനിക്കറിയായിരുന്നു.
സ്റ്റാഫേഴ്സ് ആണല്ലോ. അയ്യോ പാട്ടല്ലേ പാണ്ട വേറെ എടുത്തോട്ടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ മൈൻഡ് ആക്കണ്ട. അയ്യോ ഞാൻ പിടിച്ചേ എല്ലാം ഒന്ന് റീ ആവട്ടെ ഏട്ടാ. നമ്മളില്ലാത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലി സർവൈവ് ഫ്രം ദിസ്. ആൾക്കാരുടെ കയ്യിൽ നിന്ന് സർവൈവ് ചെയ്യണം. അത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമുക്ക് ബിയർ ട്രാപ്പ് കിട്ടാം. ബിയർ ട്രാപ്പ് വേണ്ട നമുക്ക്. ഇതാട്ടെ ഏറ്റവും പവർഫുൾ പവർ ഇതാന്ന് തോന്നുന്നു. അതെ 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 ഏറ്റവും പവർഫുൾ പവർ ഇതാ. നമ്മുടെ കയ്യിലത്തെ ഇപ്പം റയറസ്റ്റ് സ്പിയർ ഇതാണ്. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ പറയുകയാണ്. എന്താ നീ എന്നടിയണേ കഴിച്ചാൽ വെറുതെ നമ്മളൊക്കെ ഇട്ട് ചൊറിഞ്ഞു കഴിച്ചു. നമ്മളടിച്ചു ചൊറിഞ്ഞു വെച്ചാൽ അങ്ങനെ ചൊറിഞ്ഞതല്ല. ഓരോ ഓഫീസാണ് കിട്ടി, ഓഫീസാണ് കിട്ടി, ഓഫീസ് സ്പിയർ കിട്ടി. മറ്റേ ചില സ്പിയേഴ്സൊക്കെ നല്ല പവർഫുള്ളായിരിക്കും. എടുക്കണം, പെർമനൻ്റ്ലി എടുക്കണം. ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്യാം, എന്നിട്ട് ഇതെടുക്കാം. ഇവിടെ നിന്ന് വല്ല OP സാധനങ്ങൾ ഒന്നും വേണ്ടിയിട്ടില്ല. ഷോർട്ട് ഗണ്ണിൻ്റെ ലെജൻഡറിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലെജൻഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ കളറൊക്കെ വെപ്പൺസ് ഉണ്ടാവും. ഗോൾഡൻ കളറിലൊക്കെ ആയിരിക്കും. അതിനൊക്കെ ഒടുക്കത്തെ OP എന്നായിട്ടാണ് പറയുന്നത്. ലെജൻഡറി അത് തന്നെ ലെജൻഡറി ആണ് നമ്മൾ പറയുന്നത്. അതിനെ ലെജൻഡറി എന്നാണ് നമ്മൾ പറയുന്നത്. അവൻ്റെ കയ്യിൽ മെഡിക്കറ്റ് ഉണ്ട്. എന്നാലും നമ്മൾ യൂസ് ചെയ്ത് പോട്ടെ. നമ്മളൊന്നും രാഷ്ട്രമാണ്. നമ്മളങ്ങനെ ഇടി ഉണ്ടാക്കാനൊന്നും നമ്മൾ പോണില്ല കേസ്. നമ്മൾ പാവങ്ങളാണ്. പിന്നെ നമ്മുടെ കയ്യിലൊരു ക്യാമോഫ്ലാഷ് സാധനം കിട്ടാം. ബ്രോനെ അടിക്കല് ബ്രോ, ഞാൻ പാവങ്ങൾ. ബ്രോനെ പോലെ അങ്ങനെ OP ഒന്നുമല്ല ഗൈസ്. നമ്മൾ അല്ല ഗൈസ്, നമ്മളങ്ങനെ ബ്രോനെ പോലെ OP ഒന്നുമല്ല. അല്ല ഗൈസ്, എന്താ പറയണേ, നമ്മൾ ബ്രോയിനെ പോലെ OP ഒന്നുമല്ല. ഇത് ബൈ ദ വേ നമ്മൾ കളി വെച്ചു. നമ്മൾ 10ൻ്റെ താഴെ 10ൻ്റെ താഴെ ആണെങ്കിൽ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളി ജയിക്കും. 10ൻ്റെ പൊക്കത്താണെങ്കിൽ കളി വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഇതിപ്പോൾ അങ്ങനെയാണ് കേസ്. എൻ്റെ ക്രെട്ട് ഇവിടെ ക്രെട്ട് നടക്കണം. ക്രെട്ട് നിറഞ്ഞിട്ട് സ്ഥലം പോലും വെക്കാനില്ല. വെക്കാൻ സ്ഥലമില്ല കേസ്, അതാണ് പ്രശ്നം. പിന്നെ ലീഗ് 4 ആയിട്ടുണ്ട്. നമ്മുടെ ലീഗ് 4 ആയി. പക്ഷെ ലീഗ് 4 കാണിക്കാനുള്ള കേസ് നമ്മുടെ മറ്റേ എന്തായിരുന്നു അവൻ്റെ പേര്, പെപ്പർ പെപ്പറിനാണ്. പെപ്പർ ലീഗ് 3-ലാണ് പെപ്പർ ഇടുന്നത്. നമ്മുടെ പെപ്പർ ഇവരൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ലീഗ് 3 ഇവരൊന്നും കിട്ടിയിട്ടില്ല. പാവോളോനെ കിട്ടിട്ടോ. എന്താ പാവോളോ, ജീബ്ര പാവോളോ എന്നാണ് അവൻ്റെ പേര്. അവനെ നമുക്ക് കിട്ടിയതാണ്. എസ്പെഷ്യലി നമുക്കങ്ങനെ കിട്ടി. കൂട്ടുക മോളോട്ടോ ബോംബും വാമ്പഴത്തീറ്റൊക്കെ കിട്ടും പറയുന്നത്. അതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? മോളോട്ടോ ബോംബുകളൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ടാവില്ലോ അങ്ങനെയാണെങ്കിൽ. വെയിറ്റ് ലീഗ് 3 നോക്കാം. ലീഗ് 3 ഉണ്ടോ? ഇല്ല. സ്നോക്കല് അപ്പോൾ അവരൊക്കെ കിട്ടുന്നുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവില്ല. അതൊക്കെ അവിടെ ഈ സ്റ്റോറിലായിരിക്കും. ക്രേറ്റ്സ് ഒക്കെ മേടിക്കാൻ പറ്റും നല്ലത്. പൈസ കിട്ടുന്ന ഇതിലൊക്കെ മേടിക്കണമെങ്കിൽ നല്ല OP സാധനങ്ങൾ. പക്ഷെ നമ്മൾ മേടിക്കണം. അങ്ങനത്തെ നമ്മുടെ കയ്യിൽ അങ്ങനെ പൈസ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ പൈസ ഇല്ല.
ഓ 800 കൊടുത്തതിന് സാധനം സെറ്റാക്കി കിട്ടൂല. അയ്യോ ഓ ഇങ്ങനെ കിട്ടുന്നു. ഓക്കെ ഡീലാണോ? അപ്പം സ്റ്റോറിലൊന്നുമില്ല. ഇനി ക്യാരക്ടറിൽ വല്ലതും ഉണ്ടോ നോക്കാം. ഡീറ്റെയിൽസ് നോക്കാം. ഐറ്റംസ് എംറ്റി ഷോപ്പിൽ വെപ്പൺസിലൊന്നും ഇല്ലേ? ബോംബ് നോക്കണം. ബോംബിലൊന്നുമില്ലേ? ഷോട്ട് ഗൺ നോക്കണം. ഞാൻ ഇപ്പം ഇതിന് സ്റ്റോറി പിടിച്ചേക്ക് സ്കിന്നോടെ ചിക്കൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്. സിൽവർ ബാക്ക് ബ്രൂസോ കൊള്ളാം. പിന്നെ നമ്മൾക്ക് നമ്മൾ ഒരു കളി കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ തന്നെ പറയട്ടാ എന്തായിരുന്നു. സോളോ വേണോ ബിഗ് ടീം വേണോ കളിക്കാമെന്ന് നിങ്ങൾ തന്നെ പറയാം. ഏറ്റവും ഈസി ഏതാണ് നിങ്ങൾ തന്നെ പറയാം. ഞാൻ കളിക്കാൻ ഇങ്ങോട്ട് വേണം. അവിടെ പ്ലെയറില്ല. പ്ലെയറിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഗൈസ് നമ്മൾ. മൊബൈൽ എടുക്കാൻ പറ്റില്ലല്ലേ? അയ്യോ അവിടെ ഞാൻ പറഞ്ഞില്ലേ പ്ലെയറിൻ്റെ മുമ്പിൽ തന്നെ പോയി നിന്നു. ഫസ്റ്റായിട്ട് നമ്മൾ പ്ലെയറിൻ്റെ മുമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. അയ്യോ മെഡവൻ എടുത്തടാ. അമ്മ എടുത്തു. കഷ്ടം. ഞാനത് എടുക്കാൻ വേണ്ടി. അവൻ്റെ ആ കാക്കയുടെ പവർ ഉണ്ടോ വൈസ്? അവന് കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് കാക്കേനെ ജസ്റ്റ് സ്പീറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാക്കേനെ അടിക്കാൻ കൂട്ടി. വാടാ ഇതിൻ്റെ പവറും സാധനങ്ങളൊക്കെ അവിടെ വെച്ചോ. ഞാൻ ഇത് അവനുണ്ട്. ഏതായാലും സ്പിയർ പോയിട്ട് നമുക്ക് ഷോട്ട് ഗൺ കിട്ടിയില്ല. അല്ല സ്പിയർ കിട്ടി. സ്പിയർ കിട്ടി നമുക്ക് എന്താ വെറുതെ അടിക്കണം. അവനടിക്കുന്നു പറയാം. എന്നെയാണ് അടിപിടിച്ചടിക്കണേ. ഗായ്സ് അവൻ എന്നെ പിടിച്ചടിച്ച്. ഓക്കെ ഒരു കളി കൂടെ ഗൈസ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തുവാണേ. നമ്മൾ വെറുതെ അടിയുണ്ടാക്കാൻ പിടിച്ചടിച്ച് നമ്മൾ തിരിച്ചടിക്കുക. അത്ര പ്ലേയൊക്കെ നമ്മൾ കളിച്ചു. മാക്സിമം ഫസ്റ്റ് അടിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അയ്യോ ബോംബ് പൊട്ടിയിടാം. അവിടെ കിടന്ന് അമ്മ അവിടെ പടക്കം പൊട്ടിച്ച് കളിക്കാൻ തോന്നി. ഞാൻ പോട്ടെ. അതുവേ മടി. ഓ ലെജൻഡറി ബോംബ് കിട്ടി. ലെജൻഡറി ബോംബിന് നല്ല വെയിറ്റാണെന്നില്ല. നല്ല പവറാണ് ഈ ബോംബിന്. എന്ന് വെച്ചാൽ നന്നായിട്ട് ഹെൽത്തും ഡാമേജും. ഒറ്റ പൊട്ടല സ്വർഗം. ഓ റയറാണ്. റയർ ഷോട്ട് ഗൺ അടി. കണ്ട സ്പീറിട്ട് കുത്തി. അതെ ചേട്ടന്മാരെ ഞാനും വന്നിട്ട് കളിക്കാം. അയ്യോ ചേട്ടന് ബോംബുണ്ടെന്ന് എനിക്കറിയില്ല. ചേട്ടാ നമ്മൾ പാവങ്ങളാ. നമ്മൾ അനാഥരല്ല. എടാ വെറുതെ അടിക്കണം കേസ്. നമ്മൾ വെറുതെ അങ്ങനെ അടിക്കണം. നമ്മൾ കിട്ടും പാണ്ടക്കുട്ടനെ. എന്നിട്ടൊരു പാണ്ടക്കുട്ടൻ നമ്മൾ അടിച്ചു. അത് വെറുതെ അടിക്കണം. ഓ കളി ജയിച്ചു. 10 താഴെയാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ നിർത്തുകയാണ്. ബൈ.